ഈ പ്രതികരണമാണ് വിവാദമായിരുന്നു. പിന്നെ ചർച്ചകളൊക്കെ ഉണ്ടായി. കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാതായപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. വെള്ളാപ്പള്ളി നടേശന് കണക്ക് നിരത്തി മറുപടി നൽകുകയായിരുന്നു പിന്നീട് മുസ്ലിം ലീഗ്. മലബാറിൽ SNDPയെ സഹായിച്ചത് ലീഗാണെന്നും ചരിത്രം മറക്കരുതെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. മലബാറിൽ SNDPക്ക് സ്ഥാപനങ്ങൾ നൽകിയത് ലീഗ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കാലത്താണെന്നും MLA കണക്കുകൾ നിരത്തി വ്യക്തമാക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ SNDP കോളേജ് മലപ്പുറം ജില്ലയിലെന്ന് ഓർക്കണമെന്നും നജീബ് കാന്തപുരം ഓർമ്മിപ്പിച്ചു. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, മലബാറിൽ ഈ SNDP വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് കണക്കുകൾ നിരത്തി ലീഗ് അങ്ങ് പറഞ്ഞുകൊടുത്തു അല്ലേ? പക്ഷെ ഇനിയും ഇത് വെള്ളാപ്പള്ളി ആയതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ഇത് വീണ്ടും ആവർത്തിക്കുമായിരിക്കും. പിന്നീട് ചോദ്യം മുട്ടുമ്പോൾ വീണ്ടും മൈക്ക് തട്ടാമല്ലോ. റോസ്റ്റ്, വെള്ളാപ്പള്ളിക്ക് ഒരു നേരിട്ട മറുപടി നൽകുന്നതിനപ്പുറത്തേക്ക് കണക്കുകൾ നിരത്തി തന്നെ മുസ്ലിം ലീഗ് വെള്ളാപ്പള്ളി ചരിത്രം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും. എല്ലാ ഘട്ടത്തിലും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന വിമർശനങ്ങളെയും അതുപോലെ തന്നെ പരാമർശങ്ങളെയും ഒക്കെ തന്നെ പൂർണ്ണ അവഗണനയോടെ തള്ളിക്കളയുക എന്നുള്ള നിലപാടാണ് പ്രത്യക്ഷത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ കണക്കുമായി തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശൻ തന്നെ അവഗണിക്കുന്നു, തന്നെ വെട്ടിമാറ്റുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗൊക്കെ തന്നെ വഞ്ചിച്ചു എന്നുള്ള അല്ലെങ്കിൽ വർഗീയ വിദ്വേഷ പരാമർശങ്ങളൊക്കെ വെള്ളാപ്പള്ളി ആവർത്തിച്ചതോടെയാണ് ഇപ്പോൾ നജീബ് കാന്തപുരം മുസ്ലിം ലീഗിന്റെ സമൂഹ മീഡിയകളിൽ ചർച്ചയ്ക്ക് എത്തുന്ന പ്രതിനിധികളടക്കം കൃത്യമായി കണക്ക് നിരത്തിക്കൊണ്ട് തന്നെ ലീഗിന് മറുപടി നൽകുന്നത്. ഒന്നാമതായി വെള്ളാപ്പള്ളി നടേശൻ ഇല്ലെങ്കിൽ SNDPക്ക് മലബാറിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം തന്നെ പറയുന്നു. അത് കോഴിക്കോടും അതുപോലെ തന്നെ വയനാടും കാസർഗോഡും മലപ്പുറത്തും അടക്കം വെള്ളാപ്പള്ളി നടേശന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ലീഗ് ഓർമ്മിപ്പിക്കുന്നത്. അത് പറയുന്നതിനപ്പുറം ഏത് കാലത്താണ് ആര് ഭരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിക്ക് അത് കിട്ടിയതെന്നുകൂടി മുസ്ലിം ലീഗ് ചേർത്ത് പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ റയീസ് റഷീദിന്റെ ചോദ്യത്തിന് വെള്ളാപ്പള്ളി ഉത്തരമുട്ടുകയും ഒരു പ്രതിരോധത്തിലാവുകയും ചെയ്തത് കഴിഞ്ഞ 9 വർഷം എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുമതി കിട്ടിയില്ല എന്നതാണ്. അതിന് രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ അഥവാ ആദ്യഘട്ടത്തിൽ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലത്താണ് 1968 കോഴിക്കോട് ചേളന്നൂരിൽ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ലഭിക്കുന്നത്. പിന്നീട് 95 കോഴിക്കോട് ചേളന്നൂരിലും അതുപോലെ കോഴിക്കോട് കൊയിലാണ്ടിയിലും വയനാട് പുൽപ്പറ്റയിലും SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ലഭിക്കുന്നുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ET മുഹമ്മദ് ബഷീറാണ്. പിന്നീട് 2002ലും 2003ലും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ കാസർഗോഡും രണ്ടിടങ്ങളിലും SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ലഭിക്കുന്നുണ്ട്. ഈ 2 തവണ ലഭിക്കുമ്പോഴും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് നാരകത്ത് സൂപ്പി എന്നാണ്. അത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ പെരിന്തൽമണ്ണ SNDP കോളേജിൽ അവിടുത്തെ SNDP കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് നജീബ് കാന്തപുരം MLA മലപ്പുറത്തിനെതിരെ പറയുന്ന മലപ്പുറത്തൊന്നുമില്ല എന്ന് പറഞ്ഞ വെള്ളപ്പള്ളിയുടെ SNDPയുടെ സ്വാശ്രയ കോളേജ് പെരിന്തൽമണ്ണയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ അടക്കം പങ്കുവെച്ചുകൊണ്ട് നജീബ് കാന്തപുരം മറുപടി പറയുന്നത് ഷിബു മീരാനും ഷാഫി ചാലിയും അടക്കം മാധ്യമ പ്രതിനിധികൾ മുസ്ലിം ലീഗിന്റെ മാധ്യമ വക്താക്കളടക്കം ഇത്തരത്തിൽ ഇന്നലെ ചാനൽ ചർച്ചകളടക്കം ഇതേ കണക്കിൽ നിർത്തി ഏതൊക്കെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഭരിക്കുമ്പോഴാണ് മലബാറിൽ വെള്ളാപ്പള്ളിക്ക് ഇത്തരത്തിൽ ഇല്ലെങ്കിൽ SNDPക്ക് ഇത്തരത്തിൽ സീറ്റുകൾ ലഭിച്ചതെന്നടക്കം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം ലഭിച്ചതടക്കം കണക്ക് നിർത്തി പറയുന്നു. അഥവാ മുസ്ലിം ലീഗ് പറയാതെ പറഞ്ഞു വെക്കുന്നത് വെള്ളാപ്പള്ളി നടേശനോട് ചരിത്രം മറക്കരുത് എന്നുള്ളത് തന്നെയാണ്. റോഷ്നി, ഓക്കെ, അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ചിലതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ലീഗ് ചെയ്തത്. ചില സംഭവങ്ങളൊന്നും മറക്കരുത്, ഉള്ളതൊന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ്, കണക്കുകൾ നിരത്തിയാണ് ലീഗ് നജീബ് കാന്തപുരം അടക്കം മറുപടി പറഞ്ഞത് വെള്ളാപ്പള്ളിയോട്.